ഹലോ എവരിവൺ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെൻസസുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ GD എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട 10 ഫാക്റ്റുകളായിരിക്കും പഠിക്കുന്നുണ്ടാവുക. സോ ഞാൻ പഠിപ്പിക്കുന്നതിനെ കൂടെ തന്നെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് പഠിച്ചോളുക. വരുന്ന എക്സാമിന് 100% ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 2011 സെൻസസിനെ ബേസ് ചെയ്തിട്ടുള്ള ഫാക്റ്റുകളാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2011 സെൻസസ് പ്രകാരം ഇന്ത്യയുടെ പോപ്പുലേഷൻ എത്രയാണെന്ന് അറിയണം. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയുടെ പോപ്പുലേഷൻ എത്രയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ 1.21 ബില്യൺ ആണ്. ഓക്കെ, 2011 സെൻസസ് പ്രകാരം ഇന്ത്യയുടെ പോപ്പുലേഷൻ എത്രയാണ്? 1.21 ബില്യൺ ആണ്. ഓക്കെ, അതുപോലെ തന്നെ എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഈ 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഏതാണ്? ഇന്ത്യയിലെ ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഏതാണ്? അത് ഉത്തർപ്രദേശ് ആണ്. ഓക്കെ, ലീസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ഏതാണെന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതിന് ആൻസർ സിക്കിം ആണ്. ഓക്കെ, അപ്പൊ ഈ 3 ഫാക്ടുകൾ ഒക്കെ ആണല്ലോ. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയുടെ പോപ്പുലേഷൻ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.21 ബില്യൺ ആണ്. ഹൈലി പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഉത്തർപ്രദേശും. ലീസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ സിക്കിമും ആണ്. ഓക്കെ, ഇനി ഉത്തർപ്രദേശിന്റെ പോപ്പുലേഷൻ എത്രയാണെന്ന് അറിയാം. 199 മില്യൺ ആണ്. ഓക്കെ, ഹൈലി പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ആയിട്ടുള്ള ഉത്തർപ്രദേശിന്റെ പോപ്പുലേഷൻ എത്രയാണ്? 199 മില്യൺ ആണ്. ഇവിടെ ലീസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ആയിട്ടുള്ള സിക്കിമിന്റെ പോപ്പുലേഷൻ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. സിക്കിമിന്റെ പോപ്പുലേഷൻ എത്രയാണെന്ന് നോട്ട് ചെയ്ത് പഠിച്ചോളുക. 6.07 ലാക്ക് ആണ് കേട്ടോ. എത്രയാണ്? 6.07 ലാക്ക് ആണ്. സോ പറഞ്ഞ ഫാക്ടുകളെ ഒന്നുകൂടി പറഞ്ഞു തരുന്നു. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയുടെ പോപ്പുലേഷൻ എത്രയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ 1.21 ബില്യൺ ആണ്. ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിന്റെ പോപ്പുലേഷൻ എത്രയാണ്? 199 മില്യൺ ആണ്. ലീസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ആണ് സിക്കിം. സിക്കിമിന്റെ പോപ്പുലേഷൻ എത്രയാണ്? 6.07 ലാക്ക് ആണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പോപ്പുലേഷൻ ഡെൻസിറ്റിയെ പറ്റിയിട്ടാണ്. പോപ്പുലേഷനും പോപ്പുലേറ്റഡ് സ്റ്റേറ്റും പോപ്പുലേഷൻ ഡെൻസിറ്റിയും തമ്മിൽ തെറ്റിപ്പോകരുത്. ഓക്കെ, പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ഒരു സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ എത്ര പേര് താമസിക്കുന്നു, അതാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി. എക്സാമിന് ഡയറക്ട്ലി ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഹൈയസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഏതാണെന്ന്. ഓക്കെ, ഇന്ത്യയിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഹൈയസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ബീഹാർ ആണ്. ഓക്കെ, ഇന്ത്യയിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഹൈയസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഏതാണ്? ബീഹാർ ആണ്. അതുപോലെ തന്നെ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി ലോവസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്. ഓക്കെ, ഇന്ത്യയിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി ലോവസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് അതേതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ അരുണാചൽ പ്രദേശ് ആണ്. ഓക്കെ, ഇന്ത്യയിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി ലോവസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഏതാണ്? അരുണാചൽ പ്രദേശ്. ഇനി പറയാൻ പോകുന്ന 2 ഫാക്ടുകളും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു. പോപ്പുലേഷൻ ഡെൻസിറ്റി ഹൈയസ്റ്റ് ആയിട്ടുള്ള ബീഹാറിന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി എത്രയാണെന്ന് ക്വസ്റ്റ്യൻ വന്നു. 1106 പേഴ്സൺസ് പെർ സ്ക്വയർ കിലോമീറ്റർ. ഒരു സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ എത്ര ആൾക്കാർ? 1106 പേഴ്സൺസ്. ഓക്കെ, അതുപോലെ തന്നെ പോപ്പുലേഷൻ ഡെൻസിറ്റി ലോവസ്റ്റ് ആയിട്ടുള്ള അരുണാചൽ പ്രദേശിന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി എത്രയാണെന്ന് അറിയണം. 17 പേഴ്സൺസ് പെർ സ്ക്വയർ കിലോമീറ്റർ ആണ്. ഒരു സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ എത്ര ആൾക്കാരേ ഉള്ളൂ? 17 പേര്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയുടെ പോപ്പുലേഷൻ എത്രയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ 1.21 ബില്യൺ ആണ്. ഓക്കെ, പോപ്പുലേഷൻ ഹൈയസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഉത്തർപ്രദേശും പോപ്പുലേഷൻ ലോവസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് സിക്കിമും ആണ്. ഉത്തർപ്രദേശിന്റെ പോപ്പുലേഷൻ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 199 മില്യണും സിക്കിമിന്റെ പോപ്പുലേഷൻ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6.07 ലാക്കും ആണ്. ഇനി നമ്മൾ പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ കാര്യം എടുക്കുന്നു. ഈ പോപ്പുലേഷൻ ഡെൻസിറ്റി ഹൈയസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ബീഹാറും പോപ്പുലേഷൻ ഡെൻസിറ്റി ലോവസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് അരുണാചൽ പ്രദേശുമാണ്. ബീഹാറിന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി 1106 പേഴ്സൺസ് പെർ സ്ക്വയർ കിലോമീറ്ററും അരുണാചൽ പ്രദേശിന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി 17 പേഴ്സൺസ് പെർ സ്ക്വയർ കിലോമീറ്ററും ആണ്. ഓക്കെ ആണല്ലോ. ഈ പറഞ്ഞ എല്ലാ ഫാക്ടും എക്സാമിന് പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. സോ നോട്ട് ചെയ്ത് പഠിക്കുക. ദെൻ ഒരു ഫാക്ട് കൂടി ഞാൻ പറഞ്ഞുതരാം. എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ 2011 സെൻസസ് പ്രകാരം നമ്മുടെ ലിറ്ററസി റേറ്റ് എത്രയാണെന്ന് കേട്ടോ. ഓക്കെ, 2011 സെൻസസ് പ്രകാരം നമ്മുടെ ലിറ്ററസി റേറ്റ് എത്രയാണ്? 2011 സെൻസസ് പ്രകാരം നമ്മുടെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 74.04% ആണ്. പല തവണ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. 2011 സെൻസസ് പ്രകാരം
നമ്മുടെ ലിറ്ററസി റേറ്റ് എത്രയാണ്? 74.04% ആണ്. ഇവിടെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇനിയും 2 ഫാക്ടുകളിലൂടെ നോക്കാനുണ്ട്. 2011 സെൻസസ് പ്രകാരം മെയിൽ ലിറ്ററസി റേറ്റ് എത്രയാണെന്ന് ചോദിച്ചു. അതുപോലെ തന്നെ ഫീമെയിൽ ലിറ്ററസി റേറ്റ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ഇത് ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റണം. 2011 ലിറ്ററസി റേറ്റ് എത്രയാണ്? 74.04% ആണ് അല്ലെ. ഇതിലെ മെയിൽ ലിറ്ററസി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ 82.14%. ഫീമെയിൽ ലിറ്ററസി എത്രയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ 65.46% ആണ്. ഓക്കെ, അപ്പൊ 2011 സെൻസസ് നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ലിറ്ററസി റേറ്റ് 74.04%, അതിലെ മെയിൽ ലിറ്ററസി 82.14%, ഫീമെയിൽ ലിറ്ററസി എത്രയാണ്? 65.46% ആണ്. ഓക്കെ, ഇത് മാത്രമല്ല ഇങ്ങനെ കൂടി ഒരു ക്വസ്റ്റ്യൻ വന്നു കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽ ലിറ്ററസി ആൻഡ് ഫീമെയിൽ ലിറ്ററസി? ഈ മെയിൽ ലിറ്ററസിയും ഈ ഫീമെയിൽ ലിറ്ററസിയും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് ക്വസ്റ്റ്യൻ വന്നു. സോ ആ ഡിഫറൻസ് എന്ന് പറയുന്നത് 16.68% ആണ്. ഇതങ്ങ് പഠിച്ചു വെച്ചേക്കാം, കാരണം അവിടുന്ന് നമ്മൾ മൈനസ് ചെയ്ത് സമയം കളയണ്ട. ഒറ്റ ക്ലിക്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. സോ ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽ ലിറ്ററസി ആൻഡ് ഫീമെയിൽ ലിറ്ററസി എത്രയാണ്? 16.68% ആണ്. ഓർത്തിരിക്കാലോ. സോ പഠിച്ച കാര്യങ്ങളെ ഒന്നുകൂടി പറഞ്ഞിരുന്നു. 2011 സെൻസസ് പ്രകാരം നമ്മുടെ ഇന്ത്യയുടെ പോപ്പുലേഷൻ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1.21 ബില്യൺ. പോപ്പുലേഷൻ ഹൈയസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 199 മില്യൺ ആണ്. പോപ്പുലേഷൻ ലീസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് സിക്കിം. സിക്കിമിന്റെ പോപ്പുലേഷൻ 6.07 ലാക്ക് ആണ്. ഇനി പോപ്പുലേഷൻ ഡെൻസിറ്റി എടുക്കുന്നു. ഒരു സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ എത്ര പേര് താമസിക്കുന്നു, അതാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി. ഈ പോപ്പുലേഷൻ ഡെൻസിറ്റി ഹൈയസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ബീഹാർ. ബീഹാറിന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി എത്രയാണ്? 1106 persons per സ്ക്വയർ കിലോമീറ്റർ. ഇനി പോപ്പുലേഷൻ ഡെൻസിറ്റി ലോവസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി 17 persons per സ്ക്വയർ കിലോമീറ്റർ ആണ്. 2011 സെൻസസ് പ്രകാരം നമ്മുടെ ലിറ്ററസി റേറ്റ് ചോദിച്ചു കഴിഞ്ഞാലോ 74.04%. അതിലെ മെയിൽ ലിറ്ററസി 82.14ഉം ഫീമെയിൽ ലിറ്ററസി 65.46% ആണ്. ഡിഫറൻസ് ചോദിച്ചാലോ 16.68%. ഓക്കെ, അപ്പോ ഇത്രയും ഫാക്ടുകൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ദിശ ലേണിംഗ് ആപ്പിൽ SSC GD ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ കോഴ്സിലൂടെ തന്നെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഫാക്കൽറ്റീസുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്ത് ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് ടോപ്പിക് വൈസ് ഓർഡറിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഒരു പക്ഷേ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ? ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ റെക്കോർഡഡ് വേർഷൻസും അവൈലബിൾ ആയിരിക്കും. മാത്രമല്ല നമ്മൾ ക്ലാസ് എടുക്കുന്നതിന്റെ PPT അത് PDF ആക്കി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. മാത്രമല്ല എക്സ്ട്രാ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് തരുന്നതായിരിക്കും. അത് മാത്രമല്ല നിങ്ങളെ പഠിത്തത്തിൽ കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു മെന്റർ സപ്പോർട്ടും ഉണ്ടായിരിക്കും. സോ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറായ 8075753676 എന്ന് പറയുന്ന നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതുപോലൊരു സെക്ഷനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു ഓൾ.